ആർക്കിയോ എന്നാ കൊടുത്താളെ 17 Pro കൊടുക്കുക. 17 Pro മക്കളെ നിങ്ങൾക്ക് ഞങ്ങൾ ഗിവ് അവേ തരികയാണ്. നമ്മളെ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര ഏകദേശം ഒരു 2020 ആ സമയത്ത് തുടങ്ങിയതാണ്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ കടന്നു പോയിട്ടുണ്ട്. കൂടെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം ജെന്യൂനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. നമ്മളത് പറഞ്ഞാൽ ഫോണിൻ്റെ ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് തന്നെ കയറി നെഗറ്റീവ് അടിക്കും. നല്ലത് കൊടുത്ത ആൾക്കാരുണ്ട്, ഒരുപാട് വർഷങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നവരുണ്ട്. ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഫേസ് ചെയ്യൽ. സോ കച്ചവടമാണ്, ഇതൊക്കെ സർവ്വസാധാരണമാണ്. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞതെന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഇതിന് എല്ലാത്തിനും പുറമെ iPhone 17 Pro നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാണ്. നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കടമാണ്. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം. നമ്മുടെ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ഓഫ് ഓൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് RQ Talks പേജ് ഫോളോ ചെയ്ത് വെക്കുക. അതിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ പോയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൽ കമൻറ്റ് ചെയ്താൽ മതി. യൂട്യൂബിൽ കമൻറ്റ് ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, അത്രമാത്രം. അപ്പോൾ അതിൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം യൂട്യൂബിൽ കുറച്ച് ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്രൈറ്റീരിയ കാര്യങ്ങളൊന്നും അറിയില്ല. ചിലപ്പോൾ അവർ ഇങ്ങനത്തെ ഗിവ് അവേ നടക്കുന്നത് പോലും അറിയില്ല. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനത്തെ ഒരു ഗിവ് അവേ ഉണ്ട് നിങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, അതിൽ പോയിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് അതിൽ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് എന്താക്കുക, നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട് RQ Talks. അതൊക്കെ പേജ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ കാണും. അതിൽ പോയി ജോയിൻ ചെയ്ത് വെക്കുക. അതിൽ നമ്മൾ ലൈവിൻ്റെ ഷെഡ്യൂൾ ചെയ്ത് വെറും 7 ദിവസം മാത്രമേ ഉള്ളൂ. 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 17 Pro, അതുമല്ലെങ്കിൽ 1 ലക്ഷം രൂപ. അപ്പോൾ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളെ പിന്നെ ഏതൊക്കെ പേജാണ് ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ iPhone 17 Pro തരാം. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഞാൻ അടുത്ത ഗിവേയും തരുന്നുണ്ട്. സമൃദ്ധ ക്യാമറ ആൻലൈൻ. സമൃദ്ധ എന്താണ് പറയാനുള്ളത്? നമ്മുടെ എല്ലാവരും നോക്കിക്കോളി. ഓറഞ്ച് കളർ. ഇനി ഇജി ബൈക്ക് അക്കൗണ്ടിൽ വന്നിട്ട് കമന്റ് ചെയ്യരുത്. ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല ഗൈസ്, ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവൻ വന്നിട്ട് ചിലപ്പോൾ വന്നിട്ട് കമന്റ് ചെയ്യും അല്ലേ. നമുക്ക് ഇന്ന് ഇവർക്ക് നമ്മളെ ഫോളോവേഴ്സിന് നമുക്ക് എന്താക്കാം, ഞങ്ങളെ ഷോപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏതാ സ്ഥലം ഏതാ? ഇത് നമ്മളെ ബർദുബായി ഗുബൈബ മെട്രോ സ്റ്റേഷൻ അടുത്താണ്. ഇതാ ജസ്റ്റ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. അബ്ര ഏരിയ നമ്മളെ ബർദുബായിലാണ്. ബർദുബായിൽ തന്നെ അത്യാവശ്യം ഇവിടുന്ന് ഒരു ദിറംസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബോട്ടുണ്ട്. നല്ല രസമുള്ള ഒരു അനുഭവമാണ്. അത് ഉണ്ട്. ഞാൻ മെട്രോൻ്റെ അവിടെ ഉണ്ട്. ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. സത്യം പറഞ്ഞ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷന് ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ ആ ഡൗട്ടും ക്ലിയർ ചെയ്യാന്നുള്ളത് വിശേഷം. അതിന് മുമ്പ് ഒരു കാര്യം കാണിച്ചു കേട്ടോ. എനിക്ക് നിങ്ങൾ നോക്കി ഫോൺ മാത്രമല്ല, അല്ലെങ്കിൽ 1,50,000 ഉണ്ട്. പ്രശ്നമുള്ളവരാണെങ്കിൽ ക്യാഷ് ആക്കിയിട്ട് തീർച്ചയായിട്ടും പറയാലോ. നല്ല ഓപ്ഷനാണ്. നമുക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ട് സമൃദ്ധ ഇവർക്ക് നമ്മൾ കൊടുക്കും 100-ൽ 110%. നിങ്ങളാണ് മൂപ്പരെ എനർജി. എനർജി ആവും. അത് മാത്രമല്ല ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് നിങ്ങളെ കൊണ്ട് കിട്ടണതെന്ന് വെച്ചാൽ നമുക്ക് ഫോളോ കാര്യങ്ങൾ ഇത് മാത്രമല്ല കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരു വളർച്ചയ്ക്ക് പിന്നിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സപ്പോർട്ടിങ് ഈ ഒരു 5 വർഷത്തിനിടയിൽ നമുക്ക് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സപ്പോർട്ടിങ് ആണ്. നമ്മളപ്പോൾ ഈ ഒരു അബുദാബി ഷോപ്പ്, അതേപോലെ തിരൂർ ഷോപ്പ്, അതേപോലെ ദുബായ് ഷോപ്പ്, ഈ ഷോപ്പിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ളൊരു സംഭവങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ടിങ് ആണ്. ഇനിയും ഇത് തുടർന്നുകൊണ്ട് ആരോഗ്യം കൊള്ളാലോ. അതല്ല അവിടെ സൺഡേ അല്ലേ? സൺഡേ സ്ലോ മോഷനിൽ കണ്ട ബോസ്. പിന്നെ സമൃദ്ധ ഇവിടുത്തെ കരീം സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നത് തരോ. നമ്മളൊരു കസ്റ്റമർ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കസ്റ്റമർ ഒരു വോയിസ് റെക്കോർഡാണ്. ഹായ് ബ്രോ. ഹായ് 17 Yeah. Snap photo? Yeah. I want to click your photo. No. You have the 70 Pro Max. Yeah, this one 17 Pro. These are this. 17 Pro. This one 17. New. There's here inside. Yeah. Promotion Promotion. Give away. मेरा प्राइस 4,000 above. Now gift my video, comment, follow कर लो. ये 17 Pro अभी करो, वीडियो अपलोड करेगा मैं बाद में करो. वो अच्छा चैनल, मेरा चैनल का YouTube मेरा चैनल RQ Talks. वो आप सर्च करो, गिव ए वीडियो. पास डाटा नहीं है ना. हाय बोल.
किधर से आपका कंट्री? नेपाल से। नेपाल से, नेपाल ओके से। ओके। काठमांडू काठमांडू। Yeah. काठमांडू। नेपाल से। ए टिकटॉक स्टार है पहला two वीडियो choice बना दिया उधर है, two से। choice है. One is this one, second choice 4,000 above dirhams. दिरहम्स Dirhams. वो दो और मेरा रूल्स मेरा इंस्टाग्राम में डालेगा, आप चेक करो RQ टॉक्स मेरा इंस्टाग्राम पे पूरा डिस्कशन दे. डिस्कഷൻ इसका शॉप इधर है. आपका पास हॉटस्पॉट देता ना. അപ്പോൾ മക്കളെ ഞാൻ അവരായിട്ട് സംസാരിച്ചു. അവർ ആ ടീം ഏതാ മക്കളെ ഫുള്ളുടായിപ്പ് ടോപ്പ് കോമഡി ടീംസ് പോലെ ഇവിടെ ഉണ്ടാവും. അങ്ങനത്തെ ടീംസ് UAE എന്തായാലും ഉണ്ടാവും കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടിക്ടോക്ക് ഉണ്ട് 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തേ ഫോൺ ഇങ്ങോട്ട് തന്നാളേന്ന് ഏതാ വിളവന്മാർ ആലോചിച്ച് നോക്കില്ലേ. ആ ചാനലിലേക്ക് വേറെ ആൾക്കാർ അപ്പോൾ ഒരു ബായിയാണ് ഇവരെ നാട്ടിൽ നിന്ന് ഡീൽ. ഇങ്ങനത്തൊക്കെ UAE ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മളെന്തായാലും അങ്ങനത്തെ എല്ലാ ജെന്യൂനിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. നമ്മളൊക്കെ ഇവിടെ പറ്റിക്കാനൊക്കെ എളുപ്പമുള്ള ഒരു രാജ്യമാണ് ദുബായ്. പോട്ടെ, ഞാൻ മെയിൻ വന്നത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം കാണിച്ചാൽ ഒരു ബ്രോ UAE അവർ നമ്മളെ കയ്യിൽ നിന്ന് ഇപ്പോൾ 15 Pro എടുത്ത് അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, എന്തായാലും വീഡിയോ ചെയ്യണം, നിങ്ങൾ ഈ വോയിസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് മൂപ്പര് നിർബന്ധപ്രകാരം. അത് വെറുതെ ഞാൻ ഇന്ന ദമ്മാക്കാനോ പ്രൊമോട്ട് ചെയ്യാനോ വേണ്ടി ഞാൻ പറയല്ല. ജെന്യൂനായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കുക, അത്രമാത്രം. ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ പുള്ളിക്കാരൻ ഒരുപാട് ഷോപ്പിൽ ഫോണുകൾ അന്വേഷിച്ചു, ഒരുപാട് ഷോപ്പിൽ പ്രമുഖമായിട്ടുള്ള UAE എല്ലാ ഷോപ്പിലും അന്വേഷിച്ചു. കാര്യമായിട്ടുള്ള റെസ്പോൺസ് കിട്ടില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ഇപ്പോൾ ഫോണുമ്പോൾ ഒരുപാട് മെസ്സേജസ് വരുന്നവരുണ്ടാവും, കടയിൽ ഷോപ്പിൽ കച്ചവടം ഉണ്ടാവും. ചിലപ്പോൾ റെസ്പോൺസ് കൊടുക്കാൻ ചിലപ്പം ലേറ്റ് ആവും. പക്ഷേ ആ കസ്റ്റമറോട് പറയാന്നുള്ള മര്യാദ നമുക്കുണ്ടോ ഇല്ല. അപ്പോൾ ഞാനായാലും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ എനിക്കായാലും ഇപ്പോൾ ഇതേപോലെ റിപ്ലൈ കിട്ടണില്ല, അത് കിട്ടണില്ല, മെസ്സേജ് വരലുണ്ട്. ഞാൻ അപ്പം തന്നെ എനിക്ക് കമൻറ്റ് വരികയാണെങ്കിൽ ഞാൻ ആ സ്പോട്ടിൽ തന്നെ ആ കസ്റ്റമർക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണെങ്കിൽ അപ്പം തന്നെ ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഞാൻ ചോദിക്കും. പിന്നെ ഇതേപോലെ കമൻസുകൾ വരലുണ്ട്, നെഗറ്റീവ്. ഇപ്പോൾ കംപ്ലയിൻ്റ് ആയ ആൾക്കാർ വരലുണ്ട്. ഒരു വർഷം കഴിഞ്ഞിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മളെ തെറ്റ് പറയുന്നുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ യൂസർ ഫോൺ വിൽക്കുന്ന ആൾക്കാരാണ്. മെയിൻ യൂസർ ഫോണൊക്കെ നമ്മൾ വിൽക്കുകയാണെങ്കിൽ ഒരുപാട് ചൊറയും വരെയുണ്ട്. കാരണം അത്രയും നോക്കണം, അത്രയും ചെക്ക് ചെയ്തിട്ട് എടുക്കണം. ഇത് നമ്മൾ ഒരിക്കലും ഒരൊറ്റ ഫോണും അയച്ച് നോക്കിയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല. യാഥാർത്ഥ്യം അതാണ്. നമുക്ക് സപ്ലൈസ് വാറൻറ്റി തരും, ഞങ്ങൾ വാറൻറ്റി സ്റ്റിക്കർ ഒട്ടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടാണ് കസ്റ്റമർക്ക് കൊടുക്കൽ. അപ്പോൾ അവർക്ക് എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും ഞങ്ങളെ ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മളെ സ്റ്റോറിൽ എന്തെങ്കിലും ജെന്യൂൻ ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കലുണ്ട്. ഇനി ഒരു കൊല്ലത്തിന് ശേഷമാണെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ട് അത് എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ പൈസ മുടക്കുന്നത് ഞാനും നിങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർത്തിയാക്കി കൊടുക്കാൻ പറ്റണം. അല്ലാതെ കോപ്പി അല്ലെങ്കിൽ ഇത് ഉടായ്പ സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ കൊടുക്കില്ല. ഞാൻ പറയുകയാണെങ്കിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. കാരണം അത് മാത്രമേ ഈ ബ്രോൻ്റെ വാക്കുകൾ എനിക്ക് ഇന്ന് ഒരുപാട് സ്വാധീനിച്ചിട്ടോ. അപ്പോൾ അവൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നമ്മൾ മൂപ്പർക്ക് വേണ്ട സർവീസ് നമ്മളെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും അത് നമ്മൾ ഏറ്റെടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. വാറൻറ്റിക്കുള്ളിലായാലും വാറൻറ്റി കഴിഞ്ഞാലായാലും നമ്മളത് ചെയ്തെടുക്കും. കാരണം അത്രയും ഞങ്ങൾ സംസാരിച്ചപ്പോൾ ആ ഒരു റിലേഷൻ കിട്ടി. നമുക്കതാണ് കസ്റ്റമർ എന്നതിലുപരി നമുക്കൊരു ആ കസ്റ്റമർ ഭാഗത്തു നിന്ന് നമുക്ക് ആ ഒരു ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ വലിയ കാര്യമാണ് അല്ലേ സമൃദ്ധ? എന്താ പറയുക? അപ്പോൾ ഞാൻ കൂടുതൽ പറയും, നിങ്ങൾ ആ വോയിസ് നിങ്ങൾ ഒന്ന് കേട്ടോക്കി, നിങ്ങൾ കേൾക്കണം നിർബന്ധമാണ്. നോക്കി ബ്രോ, പിന്നെ ഞാൻ നിങ്ങളുടെ ഫോൺ എടുത്തിരുന്നു, ഇന്നലെ ഫോൺ എടുത്തു. പക്ഷേ എനിക്ക് നിങ്ങളായിട്ടൊന്നും നേരിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. എനിക്ക് സംസാരിക്കണം എന്ന് ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് വർക്കിൻ്റെ തിരക്കുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരനെ ഏൽപ്പിച്ചതായിരുന്നു ഡെലിവറിക്ക് വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളെ സർവീസ് എനിക്ക് ഒന്നും പറയാനില്ല. ഇത് കേൾക്കുമ്പോൾ ചിലർ പറയും പറഞ്ഞ് ചെയ്യിക്കാന്നൊക്കെ തോന്നും. പക്ഷേ സത്യമായിട്ടും പറയാം, ജെന്യൂനായിട്ടുള്ളതാണ്. നിങ്ങളെ സർവീസ് സൂപ്പറാണ്. ഞാൻ എൻ്റെ എനിക്ക് ഇതേമാതിരി ഒരു ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രമുഖ 3 ഷോപ്പിൽ ഞാൻ എൻക്വയറി ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് അവിടെ നിന്നൊക്കെ കിട്ടിയ റിസൾട്ട് കുറച്ച് ബാഡായിരുന്നു. ആ ഷോപ്പിൻ്റെ പേരുകൾ ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല, നമ്മൾ അല്ലല്ലോ. അപ്പോൾ അത് ബാഡായിരുന്നു. പക്ഷെ ഞാൻ ഇതേപോലെ ഞാൻ റെഗുലറായിട്ട് നിങ്ങളെ വീഡിയോ കാണുന്ന ആളല്ല. പക്ഷെ ഞാനിങ്ങനെ കണ്ടു, ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു. എനിക്ക് എല്ലാ മെസ്സേജിനും റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഞാൻ ഈ ഫോണ് ഞാൻ ക്യാഷ് കൊടുത്തിട്ട് ഞാൻ അഡ്വാൻസ് കൊടുത്തു വെച്ചിരുന്നതാണ്. എനിക്ക് അവർ പറഞ്ഞ ഡേറ്റ് തന്നെ കറക്റ്റ് എനിക്ക് ഡെലിവറി ചെയ്ത് വന്നു. പിന്നെ സർവീസ് സൂപ്പറാണ്. ഫോണ് ഞാൻ ചെക്ക് ചെയ്തു, എനിക്ക് അതിലൊരു പ്രശ്നമില്ല. പക്കാ ക്വാളിറ്റി സാധനം. ഞാൻ പുതിയൊരു ഫോൺ എടുത്തത് എങ്ങനെയാണ് പുതിയ ഫോൺ എടുക്കുമ്പോൾ ഉണ്ടാവുക അതേപോലത്തതാണ്, അതേ കണ്ടീഷനിലാണ് എനിക്ക് ആ ഫോൺ കിട്ടിയിട്ടുള്ളത്. പിന്നത്തെ മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ കസ്റ്റമർ സപ്പോർട്ടാണ്. അവിടെയുള്ള എന്നോട് സംസാരിച്ച ആൾക്കാർ, അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളാണെങ്കിലും നിങ്ങളാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ടാണ് എന്നെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്.
എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇനിയിപ്പോൾ ഈ എത്ര ആൾക്കാർ വന്നാലും, ഇപ്പം എത്ര ആൾക്കാർ എന്നോട് എനിക്കൊരു ഫോൺ എടുക്കണം എന്ന് എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചാൽ ഞാൻ ആദ്യം റെഫർ ചെയ്യുക നിങ്ങളെ ഷോപ്പായിരിക്കും. ഫസ്റ്റ് റെഫറിങ് നിങ്ങളെ ഷോപ്പ് ആയിരിക്കും. ഞാൻ അത് 10 ആൾക്കാരല്ല 100 ആൾക്കാർ വന്നാലും എനിക്കത് ചെയ്യാനുള്ളൊരു ഇതുണ്ട്. ഓക്കെ, പിന്നെ പ്രൊഡക്റ്റ് സൂപ്പറാണ്, ഒരു കുഴപ്പമില്ല. പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്നും പറയാനില്ല. പ്രൊഡക്റ്റ് ആണെങ്കിലും നിങ്ങളുടെ സർവീസ് ആണെങ്കിലും കസ്റ്റമർ സപ്പോർട്ട് ആണെങ്കിലും പെർഫെക്റ്റ് ആണ് ബ്രോ, സൂപ്പറാണ്. ഇങ്ങനെ തന്നെ പോട്ടെ കാര്യങ്ങളൊക്കെ. ഞാൻ 100% ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും പറയണേ, പറയിപ്പിക്കുക അല്ലെങ്കിൽ എടാ അത് ഇങ്ങനത്തെ ഒരു ഇത് വേണം വിട്ടോ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാനാണ്, കണ്ടൻറ് എടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുകയല്ല. സമൃദ്ധ എല്ലാവരോടും കൂടിയാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പ്രൈസ് എന്ന് പറഞ്ഞത് വലിയ കാര്യം തന്നെയാണ്. നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ പ്രൈസ് കുറവിൽ ഇപ്പോൾ എനിക്കറിയാലോ, അങ്ങനെ കൈയടയുണ്ടോ? ചാൻസ് ഉണ്ട്. കൈയടയുണ്ടോ? ഇല്ല, പ്രൈസ് കുറവിൽ ചിലപ്പം കിട്ടും. പക്ഷെ അല്ലേ, സാധനത്തിന് നീറ്റ് ആൻഡ് ക്വാളിറ്റി നോക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ്, എന്നാലും ഈ സാധനങ്ങളൊക്കെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ ഇത്രയും ഡീപ്പായിട്ട് പറയാൻ കാരണം, ഈ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇടാൻ കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതൊരു കേവലം ഒരു ഗിവ് അവേൻ്റെ വീഡിയോ മാത്രമല്ല, ജെന്യൂനിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. ഷോപ്പുകളിൽ നിന്ന് പല രീതിയിലും പ്രൈസ് കുറവിലും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് ബെസ്റ്റ് സർവീസും കാര്യങ്ങളും എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടെ നിന്ന് എടുക്കുക. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമ്മളെ ക്യാരക്ടറിലോ നമ്മളെ പെട്ടെന്നുള്ള പെരുമാറ്റത്തിലോ എന്തെങ്കിലുമൊക്കെ മിസ്ബിഹേവിയർ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് എൻ്റെ എല്ലാ ഫോളോവേഴ്സിനോടും നമ്മൾ ക്ഷമ ചോദിക്കുകയാണ്. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളെല്ലാ കാര്യം ചെയ്യല് അല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇതുവരെ തന്ന സപ്പോർട്ടിന് ഞാൻ വീണ്ടും പറയാൻ ഒരുപാട് നന്ദിട്ടാണ്. ബാക്കിൽ നിൽക്കുന്ന സമൃദ്ധമായാലും നമുക്ക് ഒരുപാട് സപ്പോർട്ടിങ്, ഓൻ്റെ കെയർ ഓഫിൽ ഒരുപാട് പേര് അല്ലേ. എന്നത് അവിടെ കയ്യിൽ വെച്ചോ. ഞാൻ വേറെ ഒന്നുമില്ല കേട്ടോ, ഈ വോയിസ് ഞാൻ എൻ്റെ ഈ വീഡിയോ എടുക്കുന്ന ഫോണിൽ നിന്ന് അത് അവനക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിച്ചെന്നാണ്. എല്ലാ മക്കളെ ഇത് നമ്മൾ പറഞ്ഞ് പറയിപ്പിക്കുക അല്ലെങ്കിൽ ഓരെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ല. മനീഷ് ബ്രോ ഒരുപാട് നന്ദിയുണ്ട്. ഇതേപോലെ ഒരുപാട് പേഴ്സണൽ കസ്റ്റമേഴ്സ് എന്നതിലുപരി ഒരുപാട് റിലേഷന് അതുപോലെ എന്നാളൊരു വോയിസ് അയച്ചിട്ടുണ്ട് സഹലാൻ, നമ്മളൊരു നാട്ടുകാരൻ അവരുണ്ടായിരുന്നു. പിന്നെ മാറ്റിയിട്ടില്ല. സന്തോഷം. എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു 6 മാസത്തിന് മേലെ ഫോൺ ഉപയോഗിച്ചിട്ടില്ല ഇതിനു മുമ്പ്. അതെ, അപ്പോൾ പരിപ്പാവും. പക്ഷെ ഇത് 2 വർഷം. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിജേഷ് ബ്രോ, ഒരു മരിച്ചുപോയി, ഞാൻ ഒരു വീഡിയോ ഇട്ടില്ല. അതൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ റിലേഷന് മതി കേട്ടോ. അൽഹംദുലില്ലാഹ് ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഇനി വലിച്ചിട്ടില്ല. നിങ്ങൾ ഗിവ് അവേയിൽ പങ്കെടുക്കട്ടെ. അപ്പോൾ നമ്മളെ ഷോറൂമിൽ ഞാൻ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇത് ഊബൈബ മെട്രോ സ്റ്റേഷൻ. നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ ലൊക്കേഷന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എന്താണ് ബർദുബായി അങ്ങാടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്? ബർദുബായി എന്ന് പറഞ്ഞാൽ അതൊരു അടിപൊളി സ്ഥലമല്ലേ. യുഎയുടെ കമ്പ്യൂട്ടർ മാർക്കറ്റാണ് ബർദുബായി. അവിടെ മൊബൈലിട്ട് ആർക്യൂ ബ്രോ. ഓ, ഇതാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്. ഇതാണ് മെട്രോ അൽഗുബൈബ മെട്രോ സ്റ്റേഷൻ. ഇവിടുന്ന് നേരെ കാരിഫോറിൻ്റെ എക്സിറ്റ് എടുത്താൽ മതി. ഇവിടുന്ന് ഈ ഒരു സീബ്ര ക്രോസിൽ അപ്പുറത്തേക്ക് കടക്കുക. മെട്രോ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വാക്ക് ചെയ്യാനുള്ളൂ. ഇവിടുന്ന് തൊട്ടപ്പുറത്ത് എമറാട്ട് പെട്രോൾ പമ്പ് ഉണ്ട്. പിന്നെ ഇവിടുന്ന് അൽറഫ പോലീസ് സ്റ്റേഷൻ റോഡ് ചോദിച്ചാൽ മതി. ഇങ്ങനെ വാക്ക് ചെയ്യുക. ബർദുബായി സിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം തിരക്കുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഞാൻ നിൽക്കുന്നത് ടീംസ് അൽക്കൂസ് ഇൻഡസ്ട്രി ഏരിയയിലാണ് എൻ്റെ വർക്ക്. അവിടെ തന്നെ ശരിക്കും ഗൾഫിൻ്റെ ആ പഴയ രൂപ, ആ ഒരു എന്താ പറയുക ലേബർ ക്യാമ്പൊക്കെ. ഇവിടെ ഒന്നും അങ്ങനെയല്ല. ഇവിടെ വന്ന് നമുക്ക് ആ ഒരു ഫീൽ കിട്ടില്ല. ദുബായിൻ്റെ ഒരു വൈബ് ഫീൽ അവിടെ. അതെ. ക്രൗഡ്, മലയാളി കമ്മ്യൂണിറ്റി, ഹോട്ടലുകൾ, കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മളെ ഷോപ്പിക്ക് പോകുന്ന നടക്കാറുണ്ട്. ഇത് നിങ്ങൾക്ക് നടന്നിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ്റെ കൺഫ്യൂഷൻ ഇന്നത്തോടെ മാറണം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അൽറഫ സ്ട്രീറ്റാണ്. അൽറഫ സ്ട്രീറ്റിൽ അൽറഫ പോലീസ് സ്റ്റേഷൻ റോഡ്. നമ്മൾ പോലീസ് സ്റ്റേഷൻ റോഡിൽ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നേരെ കാണുമ്പോൾ ഒരു തലശ്ശേരി കഫ്തീരിയ, അതാണ് നമ്മളെ ലാൻഡ്മാർക്ക്. എല്ലാ കസ്റ്റമേഴ്സിനോടും ഞങ്ങൾ പറയാറുള്ളതും അവിടെ ചോദിച്ചാൽ മതി എന്നുള്ളതാണ്. കാരണം അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഷോപ്പ് കറക്റ്റ് പറഞ്ഞുതരും. ഇതെന്താ അറിയോ, ഷോപ്പ് ഞങ്ങളെ കുറച്ച് ഉള്ളിലാണ് നമ്മളെ ഷോപ്പ് വരുന്നത്. അതാണ് മെയിൻ കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇവിടെ എമിറേറ്റ്സ് ഡ്രൈവിംഗ് സ്കൂളുണ്ട്, ചായ്വാല ഉണ്ട്, പള്ളി, ഇവിടെ പള്ളി ഉണ്ട്. അതെ, പള്ളിയൊക്കെ അടുത്ത് തന്നെ ഉണ്ട്. ഇവർക്ക് കറക്റ്റ് സ്പോട്ട് എവിടെയെന്ന് അറിയാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കറക്റ്റ് ഇതാ ആ തലശ്ശേരി കഫ്തീരിയ. ഇത് നിങ്ങൾക്ക് കിട്ടും. ഇതാ ഈ തലശ്ശേരി കഫ്തീരിയ. അവിടെ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും കാണിച്ചു തരും നമ്മുടെ ഷോപ്പ്. ആ ഒരു ലൈനിൽ തന്നെ വരണം കേട്ടോ. തലശ്ശേരി കഫ്തീരിയൻ്റെ സെയിം ലൈനിൽ തന്നെ വരണം. നമ്മളെ ബർദുബായി അങ്ങാടി കൂടി ഇങ്ങനെ നടക്കുകയാണ്. അതും ചൂടാ വെയിലത്ത്. സമൃദ്ധമൊക്കെ ആകെ വിഷയത്തിലാണ്. ഓക്കെ, ഇത് കമ്പ്യൂട്ടർ മാർക്കറ്റാണ്. നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൻ്റെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഈ ഏരിയയിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മളെ ആ ഏരിയയിൽ കൂടി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതറാ ആ റീഗൽ കമ്പ്യൂട്ടർ ഒന്ന് കാണിച്ചു കൊടുത്തേ.
അവിടെ 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 റീഗൽ കമ്പ്യൂട്ടർ. അതിനെന്താ ചരിത്രമുള്ള? റീഗൽ കമ്പ്യൂട്ടറിന്റെ ചരിത്രമുണ്ട്. പറയൂ ആ ചരിത്രം പറഞ്ഞു. മൊബൈൽസ് എന്ന ഷോപ്പിന്റെ ഫൗണ്ടറായ ആർക്യൂ, ഈ ആർക്യൂ ടോക്സിലെ ആർക്യൂ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ പ്രവാസിയായി വന്ന സമയത്ത് റീഗലിൽ അക്കൗണ്ടന്റ് ആയിരുന്നു. കോവിഡ് കാലഘട്ടത്ത് ഒന്ന് മാസ് കാണിച്ച് നാട്ടിലൊക്കെ പോയി. പിന്നെ ഇവരെ സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു. സ്വന്തം അന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായി സ്വന്തമായിട്ട് ഒരു ഇത് തുടങ്ങണം എന്നുള്ളത്. ഏതൊരു ബിസിനസ്സുകാരൻ്റെയും ആഗ്രഹം. സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ് തുടക്കം. അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചിട്ടാ നമ്മുടെ ഇവിടെ ആളൊരു ഓണ്ടർപ്രണർ ആയി. ഷോപ്പ് വെച്ചെടുക്ക്. ഇത് നമ്മൾ ഷോപ്പിലേക്ക് എത്താൻ പോവുകയാണ്. ആ അൽഇർഷാദ് കമ്പ്യൂട്ടർ ലാൻഡ്മാർക്ക് കാണിച്ചു കൊടുക്കട്ടോ. അത് ഇവിടെ എത്തിയിട്ട് നിങ്ങളൊന്ന് സ്റ്റക്ക് ആവുക. എന്നിട്ട് എന്താക്കുക? നേരെ ഓപ്പോസിറ്റ് നോക്കുക. ഓപ്പോസിറ്റ് അതിന് മേലെ ഏതാ പോലും കൂടും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാ. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നല്ല രസമുള്ള പയ്യനെ. ആർക്യൂ ടോക്സ് ഇലക്ട്രോണിക്സ് ട്രേഡിംഗ് അങ്ങനെയാണ് നമ്മളെ ഷോപ്പ്, നമ്മളെ ആർക്യൂ ടോക്സ്. ഭയ്യ കേസാ ടീക്കാ ഇതന്നെ നമ്മളെ ആമിർ ശരിക്കാ ഷുഹൈബ് ഉണ്ട്. ഇതാണ് ആർക്യൂ ടോക്സിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് മിസ്റ്റർ ഷുഹൈബ്. വളരെ പ്രസന്റനായിട്ടുള്ള ചീഫ് അക്കൗണ്ടന്റ് ഉണ്ട്. പേര് ആമിർ. ആമിർ ഇജാസ്. ആമിർ ഇജാസ് ലൈവാന്ന് ചോദിക്കുന്നുണ്ട്. ലൈവാണ്, എല്ലാവരും കാണുന്നുണ്ട്. 100 കോടി ജനങ്ങൾ ഇതിപ്പോൾ കണ്ടോണ്ടിരിക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഷോപ്പ് വരുന്നത്. ഫോണുകൾ നോക്കുകയാണെങ്കിൽ യൂസർ ഫോൺ തന്നെ. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്റ്റോക്ക് കാണുമ്പോൾ വിചാരിക്കും കുറച്ച് നമ്മൾ അത്രയും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എടുത്ത് സെല്ല് കൊടുക്കേണ്ടത്. സാധനം നോക്കിക്കോ, നീറ്റ് ക്ലീന് പീസുകൾ, നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കാൻ മാക്സിമം നോക്കും. ഇനി അതിൽ തന്നെ സ്ക്രാച്ചോ കാര്യങ്ങളുണ്ടെങ്കിൽ വില കുറച്ചിട്ട് തന്നെ നമ്മൾ സെല്ല് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഗിവ് അവേയിൽ നിങ്ങൾ പങ്കെടുത്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന 70 Pro അല്ലെങ്കിൽ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് സ്വന്തമാക്കാം. വെറും 7 ദിവസം മാത്രമേ ഉള്ളൂ. പക്ഷേ കൂടുതലായിട്ടൊന്നും പറയാനില്ല. താഴെ അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊണ്ടുപോയി കൊടുക്കുക. ഇൻസ്റ്റാഗ്രാമിൽ നടക്കുന്നത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തോളി. അപ്പോൾ ഇനി എന്താ പറയുക, ഇനി പുതിയ ഒരു കിടിലൻ വീഡിയോസായിട്ട് അടുത്ത എപ്പിസോഡിൽ